നിയമസഭയിലെ അസാധാരണമായൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നടന്ന അടിയന്തര പ്രമേയത്തിൽ കെ രമ RMP നേതാവും UDF നേതാവുമായ കെ രമയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പിന്നീട് സംഭവിച്ചത് എന്താണ്? അതാണ് അസാധാരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന നടപടി. നമ്മൾ വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റ് സുഹൃത്തുക്കൾക്ക് അയക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് പ്രതിപക്ഷത്ത് നിന്ന് 2-3 പേരുടെ പേരിലായിരിക്കും നോട്ടീസ് നൽകുക. അടിയന്തര പ്രമേയം നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് അവസരം ഉണ്ടാകും. അത് അവതരിപ്പിക്കുക നോട്ടീസ് വരുമ്പോൾ തന്നെ പിന്നീട് സംസാരിക്കുക ബന്ധപ്പെട്ട വകുപ്പിലെ മന്ത്രി. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പോലീസ് വകുപ്പാണെങ്കിൽ പോലീസ് വകുപ്പിലെ മന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി മറുപടി നൽകും. ഇപ്പോൾ ആരോഗ്യവകുപ്പാണെങ്കിൽ മന്ത്രി വീണ ജോർജ് അതിന് മറുപടി നൽകും. ആ മറുപടിയിൽ തൃപ്തിപ്പെടുകയും വിശദീകരണം നൽകുകയും അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിക്കുകയും ചെയ്യുന്നതാണ് സ്പീക്കർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ചില വിഷയങ്ങളിൽ വിശദമായി ഉച്ചയ്ക്കോ ഏതെങ്കിലും ഒരു സമയം തീരുമാനിച്ച് ഇത്തരം അടിയന്തര പ്രമേയ വിഷയങ്ങൾ, അതായത് സർക്കാരിനും പ്രതിപക്ഷത്തിനും താല്പര്യമുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിനിത് ഒരു അപ്പർ ഹാൻഡുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിനൊരു പൊതുജനം താല്പര്യം തോന്നുന്ന ചില വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാറും ഉണ്ട്. പക്ഷേ ഇന്ന് അസാധാരണമായ നടപടി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കെ രമ ഈ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട നടപടികളിലെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല എന്ന് മറുപടി പറയുന്നത് സ്പീക്കർ AN ഷംസീറാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായത്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി, ഒരു പ്രാഥമിക ഘട്ട അങ്ങനെയൊന്നുമില്ല എന്നൊരു മറുപടി പറഞ്ഞാൽ തന്നെ തള്ളിക്കളയാവുന്നുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടിയിലേക്ക് പോകാതെ നേരിട്ട് സ്പീക്കർ AN ഷംസീർ മറുപടി പറയുന്ന അങ്ങൊരു സംഭവമില്ല. മാത്രമല്ല ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. പലതവണ സ്പീക്കർ തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കാൻ അവസരം ഉണ്ടാകും. ഈ മുഖ്യമന്ത്രിയുടെ അടിയന്തര പ്രമേയത്തിലെ വിശദീകരണം കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കുക പ്രതിപക്ഷ നേതാവിനാണ്. സാധാരണഗതിയിൽ നിയമസഭയിൽ ഒരു പരിധിവരെ മുഖ്യമന്ത്രിക്ക് എത്ര സമയം വേണമെങ്കിൽ സംസാരിക്കാം എന്നുള്ള ഒരു സമയപരിധി നിശ്ചയിക്കാറില്ല. സമാനമായ ബഹുമാനം പ്രതിപക്ഷ നേതാവിനും കൊടുക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ പ്രസംഗം നീണ്ടു പോകുമ്പോഴൊക്കെ സ്പീക്കറും മറ്റും ഇടപെടാറുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവിനും ഒരു അനുമതി, സമയം കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗവും സ്പീക്കർ AN ഷംസീർ തന്നെ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളത്. അതായത് ആ വിഷയം ഇവിടെ സംസാരിക്കാൻ കഴിയില്ല, അത് പറയാൻ കഴിയില്ല, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ ആ വിഷയം സംസാരിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ AN ഷംസീർ പറയുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. തുടർന്ന് ശ്രദ്ധ ക്ഷണിക്കലിന് വിളിക്കുന്നു. വലിയ ബഹളം സഭയിൽ ഉണ്ടാകുന്നു. കടകംപള്ളി സുരേന്ദ്രനാണ് ശ്രദ്ധ ക്ഷണിക്കൽ വിഷയം അവതരിപ്പിച്ചത്. പിന്നീട് ഈ ബഹളം തുടർന്നതോടെ മറ്റ് കാര്യമായ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടക്കും മുൻപ് തന്നെ ഈ സഭ ഇന്നത്തേക്ക് നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പീക്കർ ഒരു സാങ്കേതിക നടപടിക്രമം, സ്പീക്കർക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല എന്നില്ല കേട്ടോ. സ്പീക്കർക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ സാധാരണ ഒരു കീഴ്വഴക്കമനുസരിച്ച് ബന്ധപ്പെട്ട ആളുകൾ അതിന് മറുപടി പറയുന്ന ഒരു രീതി തന്നെയാണുള്ളത്. പക്ഷേ സ്പീക്കർ പറയുന്നതിലെ അസാധാരണത്വം ഈ വിഷയം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് TP വധക്കേസ് CPM-നെ എത്രത്തോളം പൊള്ളിക്കുന്നു എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, വടകര അടക്കമുള്ള തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തോറ്റു തുന്നം പാടുന്ന CPM-നാണ്. ശൈലജ ടീച്ചർ എന്ന ഏറ്റവും ശക്തിയായ കാൻഡിഡേറ്റിനെ ഇറക്കിയിട്ട് പോലും ശൈലജ ടീച്ചറിൻ്റെ കുഴപ്പമോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം കൊണ്ട് അവിടെ അടി പതറുന്ന, പാർട്ടിയുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായ വടകരയിൽ അടിപതറുന്ന CPM-നെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെയാണ് ഈ വിഷയം, അതായത് വീണ്ടും TP, അതായത്
മരണപ്പെട്ടു പോയെങ്കിലും, കൊലപാതകത്തിനിരയായി മരണപ്പെട്ടു പോയെങ്കിലും TP എന്ന വിപ്ലവ നക്ഷത്രം CPM-നെ എല്ലാ കാലത്തും വേട്ടയാടുന്നു. അതിൻ്റെ ഒരു തുടർ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഏത് തരത്തിലും TP കേസിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചത്. അദ്ദേഹത്തിന് ഈ സഭ പിരിഞ്ഞതോടെ സഭയ്ക്ക് പുറത്ത് വാർത്താ സമ്മേളനം നടത്തി KK രമയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, അതായത് UDF ഘടകകക്ഷി നേതാക്കളെല്ലാവരും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് CPM-ന് ഭയമാണ് TP കേസ് പ്രതികളെ എന്നുള്ളതാണ്. അതായത് CPM ഭയപ്പെടുകയാണ്. ഈ കേസ് ഏതെങ്കിലും ഘട്ടത്തിൽ തുടരന്വേഷണത്തിലേക്ക് കാര്യമായി പോയി കഴിഞ്ഞാൽ അത് CPM-ൻ്റെ ഉന്നത നേതൃത്വം, KK രമ ചൂണ്ടിക്കാണിക്കുന്ന എപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരാളിലേക്ക് അന്വേഷണം പോകാത്തത്, P മോഹനൻ മാസ്റ്ററിലേക്ക് മാത്രം അവസാനം എത്തിയ അന്വേഷണം നിന്നതിന് പിന്നിൽ അക്കാലത്തെ UDF-ഉം LDF-ഉം തമ്മിലുള്ള ധാരണയാണ് എന്നുള്ള ആരോപണം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സോളാർ കേസ് സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരസ്പര ധാരണയായിരുന്നു എന്നുള്ള ആരോപണം CPI-യും അങ്ങനെ പല നേതാക്കളും വെളിപ്പെടുത്തുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ കേസിലെ പ്രതികളെ CPM ഭയപ്പെടുന്നു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഒരു പരിധിവരെ ശരിവെക്കുന്നതാണ്. കാരണം ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുള്ളത് 20 വർഷം കഴിയാതെ ഈ രാഷ്ട്രീയ തടവുകാർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന് കൃത്യമായി പറയുകയാണ്. ഫലത്തിൽ ഇതിന് ഭേദഗതി ചെയ്യുന്ന നിയമമൊക്കെ സംസ്ഥാനം കൊണ്ടുവന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഈ TP കേസ് പ്രതികൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്. അതായത് പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭരണകൂടമായി ഇത് മാറുന്നു. നമുക്കറിയാം, സമീപകാലത്ത് ഹൈക്കോടതി ഇടപെട്ട് ഈ പ്രതികളിൽ ചിലർക്ക് ശിക്ഷ കുറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടി അവർക്ക് കൂടി ശിക്ഷ നൽകുന്നു. ശിക്ഷാ കാലയളവ് ഇരട്ട ജീവപര്യന്തമായി തന്നെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെയുള്ള നടപടികളുമായി ഹൈക്കോടതി ഈ പ്രതികളെ കൂടുതൽ ശിക്ഷിക്കാനുള്ള താല്പര്യവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തൊട്ടിപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഈ പ്രതികളെ ഇളവ് ചെയ്യാൻ, അതായത് അതിൻ്റെ കാരണം പറയുന്നത് ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയും പോലീസാണ് ഈ ഇരകളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി ഇതിലൊരു റിപ്പോർട്ടൊക്കെ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടത്. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതികളെ വിടുന്ന സമയത്ത് വിടാൻ വേണ്ടിയുള്ള നീക്കം നടന്നു എന്നതാണ്. അതിൻ്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നതടക്കമാണ് UDF ചൂണ്ടിക്കാണിക്കുന്നത്. ഫലത്തിൽ CPM-ന് പൊള്ളുകയാണ്. CPM-ന് ഇതിൽ ഒളിച്ചു വെക്കാൻ എന്തൊക്കെയോ ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഭയപ്പെടുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ അസാധാരണ സംഭവങ്ങൾ, നടപടികൾ എന്നതാണ് വിലയിരുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറയുക. മറ്റൊരു വീഡിയോ ഉടൻ കാണാം. നന്ദി.